ഇന്നത്തെ ഒരു പരീക്ഷണ വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. എൻ്റെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ റെസിപ്പി ഒന്ന് അപ്പമായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നോക്കുന്നത്. ഞാനിത് 300 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ സക്സസ് അല്ല, എന്നാൽ ഫ്ലോപ്പും അല്ല. എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ അപ്പം പൊങ്ങി വന്നില്ല. നെയ്യപ്പം ആകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും നല്ലോണം പൊങ്ങി വരണമല്ലോ. അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സോഫ്റ്റും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഉണ്ടാക്കി നോക്കുകയാണ്. സക്സസ് ആവുകയാണെങ്കിൽ ആവട്ടെ, ഫ്ലോപ്പ് ആവില്ല എന്ന് എന്തായാലും ഉറപ്പാണ്. ടേസ്റ്റ് ഉണ്ട്, കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് നിൽക്കുകയാണ്. ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ പത്തിരിപ്പൊടി വെച്ചിട്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് റവ, അതാണ് കണക്ക്. പിന്നെ 2 ചെറുപഴം കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. ചെറുപഴം അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ല ശർക്കര പാനിയിലാണ് കലക്കിയെടുക്കുന്നത്. ഞാൻ ശർക്കര പാനി ഇപ്രാവശ്യം നല്ല ചൂടോടെ തന്നെ ഒഴിക്കുക ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് തണുത്തതിന് ശേഷമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്രാവശ്യം എന്തായാലും അപ്പം 2 സൈഡും പൊങ്ങി നല്ല നല്ല അപ്പമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്രാവശ്യത്തെ അപ്പം സക്സസ് ആയിരുന്നു. 2 സൈഡും പൊങ്ങി, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി, പാകത്തിനുള്ള മധുരമൊക്കെ ആയി, എല്ലാം വെന്ത് നല്ല അപ്പമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.